ഇതുണ്ട് ഇവിടെയും ഒരു എൽ ക്ലാമ്പാണ്. എൽ ക്ലാമ്പിൻ്റെ അകത്ത് നീളമുള്ള എൽ ക്ലാമ്പ് വെച്ച് സൈസ് അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ് മൊത്തം അഴിച്ച് വെച്ചിട്ടുണ്ട്. അഴിച്ച് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴേന്ന് മേളിൽ നിന്ന് വെച്ച് നമ്മൾ താഴോട്ട് ഫുള്ളെടുത്ത് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് സ്ക്രൂ ഉള്ളു. ഇത് പക്കാ ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റിൻ്റെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഡെയിലി വീഡിയോ ആണ് സെറ്റപ്പാണ് എന്ന് വെച്ചാൽ വലിയ ഡീറ്റെയിൽ മോഡിഫിക്കേഷൻ ആയിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടില്ല. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു ഡെയിലി വീഡിയോ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അടുപ്പിക്കാം. പിന്നെ ഈ ബാക്കിലത്തെ ടൈൽ അടയാം. പിന്നെ എല്ലാവരും നമുക്ക് തോന്നെ കമൻറ്റ് ചെയ്തായിരുന്നു ഈ ഹഗ് ഇതെങ്ങനെ സെറ്റ്, ഇത് നമുക്ക് ഷോറൂമിൽ കിട്ടും കേട്ടോ. ഇത് ഷോറൂം ഇത് ഞാൻ വെച്ചേക്കുന്ന RCയുടെ ആണ്. RCയുടെ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡ്യൂക്കിൻ്റെ ഒക്കെ ഇട്ടാൽ ഇച്ചിയും കൂടെ ആവണ്ട. റേഡിയേറ്റർ ഇപ്പം വലിയ ചെളി, ഞങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കണ്ടറിയാം നല്ല ചെളിയായിരിക്കും. ഇപ്പോൾ വലിയ ചെളിയില്ല. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഒരു 50-55 രൂപ വിലയുള്ളൂ. നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കമൻറ്റ് ചെയ്തായിരുന്നു. എനിക്കറിയാമായിരുന്നു ബോറായിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ഇതിൽ വെച്ചാണ് ഇതും ഒരു താഴെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇന്നൊന്ന് നമുക്ക് താഴോട്ട് സെറ്റാക്കണം. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മളിതാ ക്യാൻ കണ്ടോ, നമ്മൾ ഈ ക്യാൻ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉടനെ ഒരു വീഡിയോ വരുന്നു, ഒരു കിഡിലൊരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യൂട്യൂബിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അണ്ടർ സീറ്റ് സൈലൻസർ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഉടനെ ഒരു വീഡിയോ വരും. എന്ന് വെച്ചാൽ നമ്മൾ പണിയാൻ സെറ്റാക്കിക്കൊണ്ട് ഇപ്പോൾ അതിൻ്റെ കുറച്ച് പൈപ്പെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ എല്ലാം വെച്ചാരന്മാർ ചോദിച്ചായിരുന്നു ഈ ബാക്കിലത്തെ ഇത് വെക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും സ്പോർട്ടി ലുക്കിന് വേണ്ടിയായിരുന്നു അത് ഞാൻ ഊരി മാറ്റി. അതുകൊണ്ടാണ് അത് വെക്കാൻ. എന്തായാലും അത് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഞാൻ എല്ലാവരും ചോദിച്ചാൽ ഇത് മൈലേജ് എത്ര കിട്ടുന്നുണ്ടോ. അപ്പം ഞാൻ ഇത് സെക്കൻഡ് എടുത്ത വണ്ടി. അപ്പോൾ എനിക്ക് വലിയ മൈലേജിനൊന്നും വലിയ പിടുത്തമില്ല എത്ര കിട്ടുമെന്നൊന്നും. ഞാൻ ഇതൊരു മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ വണ്ടിക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഉടനെ ഒരു മൈലേജ് ടെസ്റ്റ് സെറ്റാക്കാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം സെറ്റാക്കുന്നത് വെച്ചാൽ എൻ്റെ സ്പീഡോമീറ്റർ കണ്ടാ ഈ ടയർ കിടന്ന ഒരഞ്ഞിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ്. ഇത് കേബിൾ മാറാൻ വെച്ചേക്കുന്നത് എനിക്ക് ഡ്യൂക്കിൻ്റെ അലോയ് കയറ്റാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ഡ്യൂക്കിൻ്റെ അലോയ് കയറ്റി കഴിഞ്ഞാൽ സ്പീഡോമീറ്ററിൻ്റെ ഇത് പറ്റത്തില്ല, ഈ ഒരു കേബിൾ പറ്റത്തില്ല. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡ്യൂക്കിൻ്റെ അലോയ് ഒന്നും ഡ്യൂക്കിൻ്റെ അലോയ് കയറ്റാത്തതല്ല, ഈ സ്പീഡോമീറ്റർ മാറാത്ത. അതുകൊണ്ട് വെയിറ്റിംഗ് വെച്ചേക്കും. നല്ലൊരു അലോയ് കിട്ടിയാൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. നമ്മൾ ഡുവൽ ഡിസ്ക് ചെയ്യണമെന്നുണ്ട്. ഡുവൽ ഡിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓൾറെഡി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു 400 4K ആയിരിക്കും. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വെയിറ്റ് ആയിരിക്കും. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യും, അതൊരാഗ്രഹം. പിന്നെ നമുക്ക് ബാക്ക് സിങ്ങാമ്പ് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടി ഇനിയും നമുക്ക് വെയിറ്റിംഗ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം വീഡിയോസിനൊക്കെ നല്ല അഭിപ്രായം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ട് തോന്നെ ടീംസ് ഉണ്ടെന്ന് വെച്ചാൽ വണ്ടി കാണാൻ ലുക്കായിട്ടുണ്ടെന്ന് എല്ലാവരും പറയും. അണ്ടർബെല്ലി എന്ന മാറാ വെച്ചേക്കെന്ന് വെച്ചാൽ ഇതേ കളർ പെയിൻറ്റ് ചെയ്യാൻ എന്താ. അപ്പം പെയിൻറ്റ് ചെയ്യാത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഇതല്ല അണ്ടർബെല്ലി, നമ്മുടെ ഡ്യൂക്ക് RCയുടെ ഒറിജിനൽ അണ്ടർബെല്ലി അതിനെ സെറ്റാക്കിയായിരുന്നു. പക്ഷെ നമുക്കത് അന്നത് കിട്ടിയില്ല. വെച്ചാൽ ഫണ്ടെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേന് അണ്ടർബെല്ലി വന്നപ്പോഴേ ഫണ്ടും ഇല്ല. അതാണ് പറ്റിപ്പോയത്. ഇനി എന്തായാലും നമ്മൾ ഡ്യൂക്കിൻ്റെ അലോയ് എടുത്ത് ഇത് കണക്ക് തന്നെ കട്ട് പെയിൻറ്റ് ചെയ്യാൻ നിർത്തി ഈ ഒരു അണ്ടർബെല്ലി സെറ്റാക്കിയിട്ട് പെയിൻറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ബ്രേക്ക് ഷോ കേട്ടോ. നിങ്ങളെല്ലാം NS ഇതേ ബ്രേക്കാണോ നിങ്ങൾ കമൻറ്റ്. ഭയങ്കര ഷോ ഇത് കണ്ടോ, ഇതെന്ത് കാര്യം വലിയ പിടുത്തമില്ല. ഭയങ്കര ബ്രേക്ക് കിട്ടുന്നതാണ്. ഇപ്പം അങ്ങോട്ട് മാറിയ ബ്രേക്കാണ്. വലിയ ഗുമ്മൊന്നുമില്ല, ബ്രേക്ക് പിടിക്കാൻ തന്നെ തോന്നുന്നില്ല. അപ്പം ഡ്യൂക്കിൻ്റെ ഫുള്ള് ഇട്ടാൽ നല്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഡ്യൂക്കിൻ്റെ ഇട്ടാൽ എങ്ങനെ ആയിരിക്കും. എല്ലാവരും ഒന്ന് പറയാട്ടോ. എനിക്ക് വലിയ പിടുത്തമില്ല. ഡ്യൂക്കിൻ്റെ സെറ്റാക്കി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടുമെന്ന്. പക്ഷേ NSൻ്റെ സ്റ്റോക്ക് ഡിസ്ക് വെയിറ്റൊക്കെ തീർന്നിരിക്കാൻ തോന്നുന്നു. ഡിസ്കൊക്കെ ഷോക്കായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ബ്രേക്ക് കിട്ടാത്ത. പിന്നെ എൻ്റെ വണ്ടിയിൽ ബാക്കിലോട്ട് പ്രോ ഡിസ്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചായിരുന്നു. ഇത് ഹാഫിൻ്റെ പ്രോ ഡിസ്ക്കാണ്. അപ്പോൾ അതിപ്പം 1 വർഷം എന്തോ സംതിങ് ആയി. അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പിക്കണം. പിന്നെ ബാക്കിലത്തെ ഹഗ്ഗർ ഊരി മാറ്റിയൊരു സ്പോട്ടി ലുക്ക് കണക്ക്. പിന്നെ നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ വന്ന് നമ്മൾ ഇത് സെറ്റാക്കാനായിട്ട്. വെച്ചാൽ ഡ്യൂക്കിൻ്റെ ഇത് ഡാർട്ട് സ്യൂട്ടല്ല, എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഡാർട്ട് സ്യൂട്ടൊന്നും അല്ല. അപ്പോൾ അത് നമുക്ക് സ്യൂട്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഉടനെ വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എല്ലാം വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മളെ ചാനൽ 1K അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഉടനെ 1K അടിക്കാം. എന്നുവെച്ചാൽ 800 സംതിങ് ആയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞില്ല, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 820 സംതിങ് എന്തോ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഈ വീഡിയോ വീഴാൻ നേരത്തെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് 1K അടിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നേരെ പരിപാടിയിൽ ഇത് അടുപ്പിച്ചിട്ട് ബാക്ക് ഊരിയിട്ട് ബാക്കി പറയാം. ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇത് അയച്ച് മൊത്തം സെറ്റാക്കി അങ്ങനെ വെച്ചാൽ
ഭയങ്കര ആട്ടമൊക്കെ. അപ്പോൾ ഇത് താഴെ ഇരിക്കുന്നത് എനിക്ക് ബെറ്റർ. എന്തായാലും ഹെഡ് സെറ്റാക്കാം. എന്തായാലും നൈറ്റൊന്നും വലിയ രീതിയിൽ വണ്ടിയൊന്നും എടുത്തോണ്ട് പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് അത് അഴിച്ച് താഴോട്ട് സെറ്റാക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ് മൊത്തം അഴിച്ച് വെച്ചിട്ടുണ്ട്. അഴിച്ച് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് മേളിൽ നിന്ന് വെച്ച് നമ്മൾ താഴോട്ട് ഫുള്ളെടുത്ത് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് സ്ക്രൂ ഉള്ളു. ഇത് പക്കാ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ക്ലാമ്പ് ചെയ്താൽ അല്ല വേറെ സെറ്റപ്പില്ല, നമുക്ക് എപ്പോഴാണ് അഴിച്ചതാണ്ട് ഇതാണ് അവിടെ ക്ലാമ്പ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതേ സെയിം ക്ലാമ്പ് തന്നെ നമ്മൾ മേളിൽ യൂസ് ചെയ്ത അതേ സെയിം ക്ലാമ്പ് തന്നെ താഴോട്ടാണ്ട് ഈ ക്ലാമ്പ് നമ്മൾ സൈക്കിളാടെ നമുക്ക് 2 രൂപ സംതിങ്ങിന് കിട്ടുന്ന ഒരു ക്ലാമ്പ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് അടുപ്പിക്കണം. അപ്പം ഈ 2 നട്ട് കഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അഴിച്ച് സാധാരണ നട്ടിട്ട് നമുക്ക് രീതിയിൽ സെറ്റാക്കാം. ഗൈസ് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് എല്ലെങ്കിയാണ് നമുക്ക് ഈ എല്ലെങ്കിൽ ഇതായിട്ട് സാധാരണ നമ്മൾ ഹെഡ്ലൈറ്റ് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് അഴിക്കുന്നതാണ്, കഴിച്ചിട്ട് അഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് മൊത്തം അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. ഗൈസ് അങ്ങനെ നമ്മൾ 2 നട്ട് അഴിച്ചിട്ടുണ്ട്. നട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 നട്ട് നമ്മൾ ഈ നട്ടുണ്ട്, ഈ നട്ട് ഫുള്ള് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതാ ജസ്റ്റ് കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഈ നട്ട് കഴിച്ചിട്ട് നമുക്ക് ക്ലാമ്പ് അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് സംഭവം സെറ്റായി. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര പരിപാടിയേ ഉള്ളതാണ്ട്. ഇതുണ്ട് ഇവിടെയും ഒരു എൽ ക്ലാമ്പാണ്. എൽ ക്ലാമ്പിൻ്റെ അകത്ത് നീളമുള്ള എൽ ക്ലാമ്പ് വെച്ച് സൈഡ് കട്ട് ചെയ്ത് ഒരു ഹോൾ ചെയ്തെടുത്തേക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഇതാണ് ഇപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അടുപ്പിച്ചിട്ട് മുറുക്കിയിട്ടുണ്ട്. നമുക്ക് ഹെഡ് താക്കണമെങ്കിൽ ഇതെടുത്ത് ഇപ്പുറത്ത് നേരത്തെ ഇട്ടിരുന്ന പോലെ ഇട്ടാൽ മതി. അത് കണക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്താണെങ്കിൽ ഇപ്പുറത്തെ സൈഡും കൂടെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണക്ക് ഇരിക്കുന്നുണ്ടോ, ഇപ്പം കണ്ടോ ഗ്യാപ്പില്ല. നേരത്തെ ഇപ്പോഴത്തെ കണ്ടിരുന്നു, പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ, അതിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ല. അപ്പോൾ ഇത് കണക്കായിരിക്കും ഇതേ രീതി ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചാൽ ഗ്യാപ്പില്ലായിരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു ക്ലാമ്പ് ചെയ്താൽ നമുക്ക് 2 രീതിയിൽ സെറ്റാക്കാം. അപ്പം ഇപ്പം നട്ടൊന്നും ഇട്ടിട്ടില്ല, ഇപ്പം നട്ടൊക്കെ ഇട്ട് സെറ്റാക്കി എന്ന് വെച്ചാൽ സ്പേസറും നട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം അപ്പം നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടോ, ഇത്ര ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പം നമ്പർ പ്ലേറ്റ് ഗൈസ് എന്താ ഇപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്. അപ്പോൾ ഇത് കണക്കുള്ള ഏതെങ്കിലും ഡെയിലി വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം ഇപ്പോൾ ഇതിൽ നല്ല വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ കിടിലൻ വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ അണ്ടർ സീറ്റ് പണിയുന്നത് ആരും യൂട്യൂബിൽ പണിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു. അപ്പം അടുത്ത വീഡിയോ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പം ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഒന്നും ഇല്ല. അപ്പം ഇതൊരു ചെറിയൊരു ഡെയിലി ഒരു വീഡിയോ നമുക്ക് സെറ്റപ്പ് ആക്കിയതാണ്. എന്ന് വെച്ചാൽ വണ്ടി ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ചാൽ ചിലർക്ക് യൂസ് ആവും, ചിലർക്ക് യൂസ് ആവത്തില്ല. അപ്പം ഇത് നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ സീറ്റ് സൈലൻസർ. അപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ആരും ചെയ്യുന്നതെന്നും കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ട് അണ്ടർ സീറ്റ് സൈലൻസർ ഇച്ചിരി ഇല്ലീഗലായിട്ട് പണിയാന്നൊക്കെ വെച്ച് പക്ഷേ ഫുള്ളായിട്ടുള്ള കണ്ടൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെറുതായിട്ട് വണ്ടി ചെയ്ത ചെറിയ കാര്യങ്ങൾ, പിന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന 2 ഡൗട്ട് ചോദിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ.